ഞങ്ങളുടെ ഒരു വിളവെടുപ്പിൻ്റെ ദിവസമാണ്. കുറച്ച് നമ്മുടെ കൃഷി സ്ഥലത്ത് കുറച്ച് കോവയ്ക്കയും കുറച്ച് മാങ്ങയൊക്കെ ഉണ്ട്. ആ മാങ്ങയെല്ലാം ഇന്ന് പറിച്ച് വിളവെടുപ്പിൻ്റെ ഉത്സവം ഞങ്ങൾ ആഘോഷിക്കുകയാണ്. അപ്പം ബാക്കി വിളവെടുപ്പ് വീഡിയോസ് നമുക്ക് പുറകെ കാണാം. അങ്ങനെ നമ്മുടെ നാട്ടിൽ കാണുന്ന പോലെ നല്ല ഭംഗിയുള്ള കോവയ്ക്ക ഞങ്ങൾ കഴിഞ്ഞ വർഷം നട്ടാണ്. ഇതുവരെയും അതിന് ഫലം ലഭിക്കുന്നുണ്ട്. ഇത്തവണ നല്ലപോലെ വിളഞ്ഞ് നിൽക്കുന്ന കോവയ്ക്കാണ്. എങ്കിലും ഒരുപാട് ഇലകളും തണ്ടുകളും നമുക്ക് നഷ്ടമായെങ്കിലും നന്നായിട്ട് വിളഞ്ഞിട്ടുണ്ട്. നല്ല ഭംഗിയുണ്ട്. അതാണ് ഞങ്ങളിപ്പോൾ വിളവെടുത്തുകൊണ്ടിരിക്കുന്നത്. അതിനിടയിൽ നമ്മുടെ 3-4 തക്കാളി നന്നായിട്ട് പഴുത്ത് നിൽപ്പുണ്ട്. അതും പിന്നീട് പറിക്കണം. അങ്ങനെ ഹനോക്ക് ഹന്നയാണ് നമുക്കിന്ന് കോവയ്ക്ക വിളവെടുക്കാൻ വേണ്ടി നമ്മളെ സഹായിച്ചത്. രണ്ടുപേരും സ്കൂളിൽ പോയിട്ട് വന്നതിന് ശേഷം കോവയ്ക്ക വിളവെടുക്കുന്നതിന് വേണ്ടി ഞങ്ങളെ സഹായിച്ചു. ഫുൾ കോവയ്ക്ക കിട്ടിയോ? സനി നമ്മുടെ പച്ചമുളകുകളൊക്കെ വളർന്നു വന്നിട്ടിരിക്കുന്നു. അങ്ങനെ കോവയ്ക്ക പറി പറഞ്ഞതിന് ശേഷം ഞങ്ങൾ നേരെ മാവിൻ്റെ അടുക്കിലേക്ക് പോയി മാങ്ങ പറിക്കാനുള്ള ആരംഭത്തിലാണ്. നമ്മുടെ രോഹിത് ഷെട്ടിയും അതേപോലെ ശിവാജിയും മാങ്ങ പറിക്കാൻ വേണ്ടി ഞങ്ങളെ സഹായിക്കുന്നു. ശിവായ മരത്തിൻ്റെ മുകളിലേക്ക് കയറ്റാനുള്ള ശ്രമമാണ് ആരംഭിക്കുന്നത് ഇപ്പോൾ. സുഖപ്രശസ്ത സൈക്ലിസ്റ്റ് ശിവയാണ് മരത്തിൻ്റെ മുകളിൽ കയറിയിരുന്ന് മാങ്ങ പറിച്ചുകൊണ്ടിരിക്കുന്നത്. ഓസ്ട്രേലിയക്കുള്ള യാത്രയ്ക്കിടയിൽ ഭൂട്ടാൻ ബോർഡറിൽ വന്ന് മാങ്ങ പറിക്കാൻ ഞങ്ങൾ സഹായിച്ചുകൊണ്ടിരിക്കുന്നത് സൈക്ലിസ്റ്റ് ശിവയാണ്. ഈ ചില്ലകളിൽ നിൽക്കുന്ന മാങ്ങകളാണ് പറിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെ മാങ്ങാപ്പറി കഴിഞ്ഞിരിക്കുകയാണ് ഗൈസ്. ഞങ്ങൾ ഞായച്ചില് മാങ്ങ പൊട്ടിച്ച മാങ്ങ ഞങ്ങൾ കുനുകുനാന്ന് കഴിക്കാനുള്ള ശ്രമത്തിലാണ്. ഇത്രയും മാങ്ങ ഉണ്ട്. ഇത് മുഴുവൻ ഇന്ന് കഴിക്കാനാണ്. ഇത്രയും മാങ്ങ ഒന്നിച്ച് കഴിക്കാൻ പറ്റുമോ? മാങ്ങ കഴിക്കൽ ചലഞ്ച് ഏറ്റെടുക്കുന്നോ? അതിനിടയിൽ നമ്മുടെ ഇവിടെ പൈപ്പിലെ വാട്ടർ സപ്ലൈ ഉണ്ട്. ഇത് വെള്ളം ഒന്ന് പോയി ചേഞ്ച് ചെയ്ത് കൊടുത്തു വീണ്ടും മാങ്ങയുടെ ഇതിലേക്ക് പോകുന്നു. ഇങ്ങനെ പറിച്ച മാങ്ങ കൊണ്ടുവന്ന് വെച്ച് രോഹിത് ഭായിയും ശിവാജിയും കൂടി കുത്തിയിരുന്നടിക്കുകയാണ്, ഉപ്പ് മുക്കി അടിക്കുകയാണ്. മാങ്ങ നല്ല കളറുണ്ട്. ഏകദേശം പഴുക്കാറായതാണെന്ന് തോന്നുന്നല്ലേ? ഏകദേശം നല്ലപോലെ വിളവുള്ളതാണ്. നോക്കിയേ, ഒരു കഷ്ണം പച്ചമുളകും ഉപ്പ് മുക്കി ഒരു മാങ്ങ അടിക്കുന്നു. അടിപൊളിയാ. മലപ്പുറം സ്റ്റൈലാണ് പറഞ്ഞത്. എഴുത്തച്ഛൻ്റെ നാട്ടിൽ നിന്ന് വന്ന ആളാണ്. മാങ്ങ വായിലിട്ട് ഏത് അക്ഷരം വരുമെന്ന് അറിയത്തില്ല. നല്ല എരിവുണ്ട്. രസമല്ലേ? സൂപ്പർ, അടിപൊളി. അങ്ങനെ അനോക്ക് ഹന്നയും മമ്മിയും കൂടി ഇവിടെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. 3 പേർക്കും ഓരോ കഷ്ണം മാങ്ങ കൊടുക്കാം. മാവ എന്ന ഒരു മാങ്ങ സൂപ്പറുണ്ടോ? കഴിച്ചു നോക്കാം ആദ്യം. ചേച്ചി ചേട്ടാ, സൂപ്പറുണ്ടല്ലേ? ഇപ്പൊ പഴുക്കാറായല്ലേ? പഴുക്കുവോ? പഴുക്കാറായ ചേച്ചി? ഇങ്ങനെ മുറിച്ച് കഴിച്ചതിന് ശേഷം അധികം വരുന്നത് ഞങ്ങൾ അച്ചാറിടാമെന്നാണ് വിചാരിക്കുന്നത്. ഇപ്പോൾ ഏകദേശം ഒരു 10 കിലോയുടെ മേളിലുണ്ട്. ഇത് 10 കിലോയുടെ മേളിലുണ്ട്. ഞങ്ങളുടെ ഈ കുഞ്ഞമ്മാവിൽ നിന്ന് കിട്ടിയതാണ് 10 കിലോ മാങ്ങ. അതേപോലെ ഞങ്ങളുടെ കൃഷി സ്ഥലത്തു നിന്ന് ഞങ്ങൾക്ക് ഒരു 4 കിലോ 5 കിലോ അടുത്ത് കോവയ്ക്കാൻ കിട്ടിയിട്ടുണ്ട്. ഇന്നത്തെ കാലാവസ്ഥ ആകെ മാറിക്കൊണ്ടിരിക്കുന്നു. മഴ പെയ്യാനുള്ള ലക്ഷണമുണ്ട്. അവിടുന്ന് കാറ്റടിക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരിലും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ.